ഈ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ട്രംപും തമ്മിൽ നല്ല സ്വരച്ചേർച്ചയിലല്ല. മൈ ഫ്രണ്ട് എന്നൊക്കെ വിളിച്ചിട്ട് ഇപ്പോ ശത്രുക്കളെ പോലെയാണ് ട്രംപിന്റെ പെരുമാറ്റം. മോദി ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ട്രംപ് അങ്ങനെയാണ് പെരുമാറുന്നത്. പക്ഷെ ഈ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ തമ്മിൽ തെറ്റിക്കാൻ ഒരുത്തൻ ഉണ്ടാവുമല്ലോ. അതിപ്പോൾ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെ ചില വയ്പ്പുകൾ ജോലിക്കിടയിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരുത്തൻ ഇതിലും പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. എന്താണ് സംഭവം? ജോൺ ബോൾട്ടൺ NDTVക്ക് കൊടുത്ത അഭിമുഖത്തിലാണ് ഇത് സംബന്ധിച്ച് വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. ഈ ജോൺ ബോൾട്ടൺ ആരാണെന്ന് ആദ്യം നോക്കാം. ജോൺ ബോൾട്ടൺ ഒന്നാം ട്രംപിൻ്റെ സുരക്ഷാ ഉപദേഷ്ടാവായിരുന്നു. അതായത് ഇവിടെ നമ്മുടെ അജിത് ഡോവൽ ചെയ്യുന്ന പണി അവിടെ ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ജോൺ ബോൾട്ടൺ. പക്ഷേ രണ്ടാം ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ ജോൺ ബോൾട്ടൺ ട്രംപിനെ എതിർക്കുന്നവരുടെ കൂട്ടത്തിലെ നേതാവായി. ട്രംപിൻ്റെ ഏറ്റവും വലിയ വിമർശകനായി ട്രംപ് ഈ കാട്ടിക്കൂട്ടുന്ന മണ്ടത്തരങ്ങളെല്ലാം വിളിച്ചു പറയുന്ന ആളാണ് ജോൺ ബോൾട്ടൺ. ഈ ജോൺ ബോൾട്ടനെ ഇതിൻ്റെ പേരിൽ ട്രംപ് വിശേഷിപ്പിക്കുന്ന വട്ടൻ എന്നാണ്. അപ്പോൾ അത്തരത്തിൽ ഉള്ള ആളാണ്. ഒരു വട്ടനല്ലേ വേറൊരു വട്ടനെ തിരിച്ചറിയാം. അപ്പോൾ ഈ ജോൺ ബോൾട്ടൺ നേരത്തെ ട്രംപിനെ എതിർത്തുകൊണ്ട് ഇപ്പോൾ ഇന്ത്യ അമേരിക്ക ബന്ധം സംബന്ധിച്ച് ട്രംപിനെ എതിർത്തുകൊണ്ട് നേരത്തെ അഭിപ്രായ പ്രകടനം നടത്തിയ ആളാണ്. ഇപ്പോൾ വീണ്ടും അദ്ദേഹത്തോട് ചോദിച്ചു, ഇപ്പോൾ പുതിയ സാഹചര്യത്തിൽ എന്താണ് പറയാനുള്ളതിനെ കുറിച്ച് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ഈ പീറ്റർ നാവരോ എന്ന് പറയുന്നൊരു കക്ഷിയുണ്ട്. ട്രംപിൻ്റെ നിലവിലെ ട്രേഡ് അഡ്വൈസർ അല്ലെങ്കിൽ വ്യാപാര വാണിജ്യ കരാർ സംബന്ധിച്ച് ട്രംപിനെ ഉപദേശിക്കുന്ന ആളാണ് പീറ്റർ നാവരോ. ഈ പീറ്റർ നാവരോ ഈ ട്രംപും മോദിയും തമ്മിലുള്ള ബന്ധത്തിനിടയിൽ കിടന്ന് കളിച്ച് കുളവാക്കി എന്നുള്ളതാണ് ജോൺ ബോൾട്ടൻ്റെ അഭിപ്രായം. അതിന് കാരണം പറയാം. നമ്മളിപ്പോൾ പൊതുവേ ചിന്തിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങൾക്ക് ശേഷമാണ് ഈ ട്രംപും മോദിയും തമ്മിലുള്ള ബന്ധം ഇത്ര വഷളായത് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ ഇത് തുടങ്ങിയത് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് എന്നുള്ളതാണ് ഈ ജോൺ ബോൾട്ടൻ്റെ വെളിപ്പെടുത്തൽ. അതിന് കാരണവുമുണ്ട്. ഈ ട്രംപ് കഴിഞ്ഞ ജനുവരിയിലാണ് അമേരിക്കൻ പ്രസിഡൻ്റായിട്ട് വീണ്ടും അധികാരത്തിൽ വന്നത്. ഉടനെ തന്നെ പുള്ളിക്കാരനെടുത്ത എക്സിക്യൂട്ടീവ് ഓർഡർ, അതായത് ട്രംപ് ചുമ്മാ എഴുതി തള്ളിങ്ങനെ ഒപ്പിട്ടങ്ങ് തള്ളും. അപ്പോൾ അതുപ്രകാരം അദ്ദേഹം കൊടുത്ത ഉത്തരവ് അമേരിക്കൻ ഭരണകൂടം മറ്റ് രാജ്യങ്ങളുമായി നടത്തുന്ന വ്യാപാര കമ്മി സംബന്ധിച്ച് അന്വേഷിച്ച് കണ്ടെത്തി അത്തരം രാജ്യങ്ങൾക്കെതിരെ ഞാൻ റെസിപ്രോക്കൽ ടാക്സ് ചുമത്തും എന്നുള്ളത്, പ്രതികാര ചുങ്കം ചുമത്തും. അപ്പോൾ അത് ഏതൊക്കെ രാജ്യങ്ങളാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയ സംഘത്തിൻ്റെ നേതാവാണ് ഈ പീറ്റർ നാവരോ എന്ന് പറയുന്ന ട്രേഡ് അഡ്വൈസർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹിറ്റ് ലിസ്റ്റിൽ ആദ്യത്തെ പേരുകാരൻ ചൈനയായിരുന്നു, രണ്ടാമത്തെ പേരുകാരൻ ഇന്ത്യയാണ്. അപ്പോൾ സ്വാഭാവികമാണ്, നമുക്കറിയാവുന്ന കാര്യമാണല്ലോ, അമേരിക്കയുമായിട്ട് നമുക്ക് വ്യാപാര കമ്മിയുണ്ട്, അത് യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഈ രണ്ടാം ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ അതിനുശേഷമുള്ള ആദ്യ സന്ദർശന പരിപാടിയുടെ ഭാഗമായി ഫെബ്രുവരിയിൽ നരേന്ദ്രമോദി ട്രംപിനെ അവിടെ ചെന്ന് കണ്ടിരുന്നു. അപ്പോൾ രണ്ട് നേതാക്കളും ഇന്ത്യ ചൈന അല്ലെങ്കിൽ അമേരിക്ക ചൈന ഇത് സംബന്ധിച്ചുള്ള വളരെ തന്ത്രപ്രധാനമായ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുക. കാര്യം ചൈനയെ രണ്ട് രാജ്യങ്ങളും ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ടിരുന്ന സമയമായിരുന്നു അത്. അപ്പോൾ അത്തരം ഗൗരവ സ്വഭാവമുള്ള അല്ലെങ്കിൽ അന്താരാഷ്ട്ര രാഷ്ട്രീയ സാഹചര്യങ്ങൾ സംബന്ധിച്ചുള്ള ഗൗരവതരത്തിലുള്ള ചർച്ചകൾ രണ്ട് നേതാക്കളും നടത്തുന്നതിനിടയിൽ ഈ പീറ്റർ നാവരോ എന്ന് പറയുന്ന ചങ്ങാതി ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കമ്മി സംബന്ധിച്ചുള്ള കാര്യം എടുത്തിട്ടു. ഇന്ത്യയുമായിട്ട് അമേരിക്കയ്ക്ക് വലിയ രീതിയിലുള്ള വ്യാപാര കമ്മിയുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അമേരിക്ക അനുഭവിക്കുന്ന കഷ്ടനഷ്ടങ്ങളെക്കുറിച്ച് ഇയാൾ പ്രധാനമന്ത്രി മോദിയുടെ സാന്നിധ്യത്തിൽ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഈ ട്രംപിനൊരു കുഴപ്പമുണ്ട്. ട്രംപ് ഈ ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങളും നോക്കാതെ വാചാലനാകുന്ന ഒരാളാണ്. നമുക്കതിന് ചില ഉദാഹരണങ്ങൾ ഈ അടുത്ത കാലത്ത് കണ്ടായിരുന്നല്ലോ. ഈ മറ്റേ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വസ്ത്രധാരണത്തെ കുറിച്ച് പരസ്യ കളിയാക്കൽ നടത്തിയ ആളാണ് ട്രംപ്. ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് വന്നപ്പോഴും ഇതേപോലെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒരു വീഡിയോ പ്രദർശനമൊക്കെ നടത്തിയ ആളാണ്. അപ്പോൾ അന്ന് ഇതേപോലെ പ്രധാനമന്ത്രി മോദിയും ട്രംപും പങ്കെടുക്കുന്ന ഉന്നതതല അല്ലെങ്കിൽ രണ്ടുപേരും കൂടി പങ്കെടുക്കുന്ന ആ ചർച്ചയിൽ പീറ്റർ നാവരോ ഈ വിഷയമെടുത്തിട്ട് അന്നു മുതൽ തുടങ്ങിയതാണ് ട്രംപും മോദിയും തമ്മിലുള്ള അകൽച്ച. അത് ഇപ്പോൾ ഈ നിലയിലെത്തി എന്നുള്ളതിന് ആ രീതിയിലാണ് ഈ ജോൺ ബോൾട്ടൺ അദ്ദേഹം അതിനെ സംബന്ധിച്ച് അഭിപ്രായപ്പെടുന്നത്. ഈ ജോൺ ബോൾട്ടൺ ഈ പീറ്റർ നാവരോയെക്കുറിച്ച് രസകരമായ രീതിയിൽ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഇയാളൊരു എല്ലാ വിഷയങ്ങളിലും കുഴപ്പമുണ്ടാക്കുന്ന ആളാണ്. ഇങ്ങനെ സഹിക്ക വയ്യാതെ ഇയാളെ കൊണ്ടൊരു മുറിയിൽ അടച്ചിട്ടാൽ ആരോടും തർക്കിക്കാനില്ലെങ്കിൽ സ്വയം തർക്കിക്കുന്ന കാണാം എന്നുള്ള രീതിയിലാണ് ഈ പീറ്റർ നാവരോയെക്കുറിച്ച് പറയുന്നത്. ഈ പീറ്റർ നാവരോ നേരത്തെയും ഇന്ത്യക്കെതിരെ കടുത്ത വിമർശനങ്ങളൊക്കെ ഉന്നയിച്ച ആളാണ്. അതായത് റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങി ഇന്ത്യയിലെ ബ്രാഹ്മണന്മാർ ലാഭമുണ്ടാക്കുന്നു എന്നുള്ളതാണ് ഈ പീറ്റർ നാവരോയുടെ കണ്ടെത്തൽ. അതുകൂടാതെ ഇന്ത്യയെ താരിഫ് മഹാരാജ് എന്നാണ് അദ്ദേഹം വിളിക്കുന്നത്. അതായത്
അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് വൻതോതിൽ നികുതി ചുമത്തി കൊള്ളലാഭം ഉണ്ടാക്കുന്ന രാജ്യമാണ് ഇന്ത്യ എന്നുള്ളതാണ് ഈ പീറ്റർ നാവ്രോയുടെ വിലയിരുത്തൽ. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള പീറ്റർ നാവ്രോയെക്കുറിച്ചാണ് ഇപ്പോൾ ജോൺ ബോൾട്ടൺ ഇത്തരത്തിലും ഒരു പ്രതികരണം നടത്തിയത്. അതേസമയം തന്നെ പീറ്റർ നാവ്രോ ഇപ്പോൾ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വളരെ മോശം സാഹചര്യത്തിലൂടെയാണല്ലോ പോകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്, ഒരു കാരണവശാലും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഇപ്പോഴത്തെ ആ വിഷയം അത് വലിയൊരു തർക്കത്തിലേക്ക് പോകരുത്. അത് പഴയ പോലെ ഇന്ത്യ അമേരിക്കയും ഒരു സഖ്യത്തിലെത്തണം, ഒരു രമ്യതയിലെത്തണം. ഇന്ത്യ അമേരിക്കയും തമ്മിലൊരു വ്യാപാര കരാർ ഉണ്ടാകണം. അത് അത്യാവശ്യമാണ്. കാരണം അത് രണ്ട് കൂട്ടർക്ക് ഗുണമേ ചെയ്യുള്ളൂ, ദോഷമൊന്നും ഉണ്ടാക്കില്ല. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ഇന്ത്യ ഇപ്പോൾ ചൈനയുമായിട്ട് വലിയ രീതിയിൽ സഹകരിക്കുന്നുണ്ടല്ലോ, അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? അപ്പോൾ അത് അദ്ദേഹം പറയുന്നത്, ചൈന അവരുടെ ഈ വലിയ ചൈനീസ് സാമ്രാജ്യം ഉണ്ടാക്കുക എന്ന് പറയുന്ന ഹിഡൻ അജണ്ട ചൈനയ്ക്കുണ്ട്. ആ ഒരു പദ്ധതി അവർ ഉപേക്ഷിച്ചു എന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് ചൈനയുമായി കൂട്ടുകൂട്ടുന്നത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനാണ് സാധ്യത. അതുകൊണ്ട് ഈ കാര്യത്തിൽ അതീവ ശ്രദ്ധ ഇന്ത്യ പുലർത്തണമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് ട്രംപ് ഇത്തരത്തിൽ പെരുമാറുന്നു? അപ്പോൾ നമുക്കറിയാമല്ലോ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾ. ഇപ്പോൾ നൊബൽ സമ്മാനം കിട്ടുന്നതിന് ഇന്ത്യ വിലങ്ങുതടിയായി എന്ന തരത്തിൽ അദ്ദേഹത്തിന് വ്യക്തിപരമായ അനിഷ്ടം ഉണ്ടാകും. അപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, ട്രംപ് നയതന്ത്ര കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള തൻ്റെ നിലപാടുകളെക്കുറിച്ച് തൻ്റെ വ്യക്തിപരമായ കാഴ്ചപ്പാടിലൂടെയാണ് കാണുന്നത്. തനിക്ക് വ്യക്തിപരമായി, ഇപ്പോൾ ഉദാഹരണം പറയുകയാണ്, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ട്രംപുമായി വ്യക്തിപരമായ വലിയ ബന്ധമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരു കുഴപ്പവും ഉണ്ടാകില്ല. ഇന്ത്യ അമേരിക്ക സ്വാഭാവിക നിലയിലുണ്ടാകും. അപ്പോൾ അതിനെക്കുറിച്ച് ബോൾട്ടൺ പറയുന്നത് എങ്ങനെയാണ്, ഒരു കാരണവശാലും അങ്ങനെ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. നയതന്ത്ര ബന്ധം വേറെ, വ്യക്തിപരമായ ബന്ധം വേറെ. വ്യക്തിപരമായ ബന്ധങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ അത് വലിയ കുഴപ്പത്തിലേ ചെന്ന് ചാടുള്ളൂ എന്നും കൂടി പറയുന്നുണ്ട്. അപ്പോൾ നേരത്തെ തന്നെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള തർക്കം സംബന്ധിച്ച് ജോൺ ബോൾട്ടൺ ഇന്ത്യക്ക് അനുകൂലമായി പ്രതികരിച്ച ആളാണ്. അന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്, അതായത് അമേരിക്ക ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല ഇന്ത്യ ചൈനയുടെ അല്ലെങ്കിൽ റഷ്യയുടെ പക്ഷത്തേക്ക് പോകുമെന്ന്. അപ്പോൾ അതുണ്ടാകാതിരിക്കാൻ വേണ്ടി ഏതാണ്ട് 10-30 വർഷമായി പല അമേരിക്കൻ ഭരണകൂടങ്ങളും, മാറി മാറി വന്ന അമേരിക്കൻ ഭരണകൂടങ്ങളും കാര്യമായ പണിയെടുത്തിരുന്നു. പക്ഷേ ആ പ്രയത്നങ്ങളെല്ലാം തന്നെ വെറും 30 ദിവസത്തെ പ്രവൃത്തി കൊണ്ട് ഡൊണാൾഡ് ട്രംപ് ഇല്ലാണ്ടാക്കി. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇനി ഒരിക്കലും അമേരിക്കയുമായി ഏതെങ്കിലും തരത്തിലൊരു സന്ധി അല്ലെങ്കിൽ ധാരണ ഉണ്ടാക്കിയാൽ പോലും അമേരിക്കയെ ഇന്ത്യ വിശ്വാസത്തിലെടുക്കില്ല. ഇന്ത്യക്ക് അമേരിക്ക മേലുള്ള വിശ്വാസം നഷ്ടമായി, അമേരിക്കയെ ഇന്ത്യ സംശയത്തോടെ ഇനി കാണുള്ളൂ എന്ന് പ്രതികരിച്ച ആളും കൂടിയാണ് ജോൺ ബോൾട്ടൺ. പക്ഷേ ഇതിനെയൊക്കെ സംബന്ധിച്ച് ഇപ്പോൾ ഈ ജോൺ ബോൾട്ടൺ ഈ പല വേദികളിൽ ട്രംപിനെ എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ത്യക്ക് പരോക്ഷമായിട്ട് ഇന്ത്യയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അപ്പോൾ ട്രംപിനോട് മാധ്യമങ്ങൾ ഈ ജോൺ ബോൾട്ടൺ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ഒരു കാലത്ത് നിങ്ങളുടെ വിശ്വസ്തനായിരുന്നല്ലോ, ആ വിശ്വസ്തൻ നിങ്ങളെ തിരുത്താൻ നോക്കുന്നു. അപ്പോൾ ട്രംപ് അതിനോട് പ്രതികരിച്ചത് ഇങ്ങനെയാണ്, അയാൾ ഒരു വട്ടനാണ്, ഇയാൾ ഇത്തരം വട്ടത്തരമൊക്കെ പറയും, അതിൽ കാര്യമൊന്നുമില്ല എന്നാണ് ട്രംപ് പറഞ്ഞത്. അപ്പോൾ ട്രംപിനെ ഇപ്പോൾ നല്ല കാര്യം പറഞ്ഞ് ഉപദേശിച്ചു കൊടുത്താൽ പോലും ട്രംപ് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിൽ ആ ഒരു കൈവിട്ടു പോയ അവസ്ഥയിലാണ് ട്രംപ് നിൽക്കുന്നത് എന്നുള്ളത് കൂടി ഈ അർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.